ഹലോ, നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാതും ഒരുമിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതും വീഡിയോ ഓരോരുത്തർക്ക് എടുക്കുക എന്നുള്ളതൊന്നും ഇപ്പോൾ അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ചിൽ ഇതുപോലെ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ട് നമുക്കിങ്ങനെ വീഡിയോ കാണുമ്പോൾ തോന്നും ഇതൊരു പ്രിൻ്റ് ആണെന്നുള്ളത്. പക്ഷേ പ്രിൻ്റോ പെയിൻറ്റോ ഒന്നുമല്ല. ഇത് റണ്ണിങ് സ്റ്റിച്ചിൽ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നമുക്ക് ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, പിന്നെ ദുപ്പട്ട, അതുപോലെ ഹോം വെയർസ്, കാഷ്വൽ വെയർസ് എല്ലാതും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കയ്യിൽ ഇനിയിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. വാട്സപ്പിലോ ഇൻസ്റ്റയിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു റീസ്റ്റോക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഇത് ക്വാണ്ടിറ്റി ഇനി അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇത്ര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. വിഡ്ത്ത് വരുന്നത് 54 to 56 ഇഞ്ചസ് ആണ്. ഇതൊരു സർപ്ലസ് ഫാബ്രിക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള പിങ്കിൽ വരുന്നൊരു ഫാബ്രിക്കാണ്. ഡബിൾ ഷെയ്ഡഡ് എന്ന് ഉദ്ദേശിച്ചത് 2 കളറിലാണ് ഇതിൻ്റെ ബൂട്ടാസ് വന്നിട്ടുള്ളത്. ഡാർക്ക് പിങ്കിൽ ബൂട്ട് വന്നിട്ടുണ്ട്, ലൈറ്റ് പിങ്ക് ബേസിലാണ്. ഇതിൽ ഈ സൈഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഈ സൈഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ താല്പര്യത്തിനനുസരിച്ചാണ് ഏത് സൈഡ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു ദുപ്പട്ട ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഡബിൾ ഷെയ്ഡിൽ ദുപ്പട്ട ചെയ്തിട്ട് സ്കാലോപ്പ് ചെയ്തതായിരുന്നു. ആ ദുപ്പട്ട കൂടെ വന്നപ്പോൾ ഈ ഫാബ്രിക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതും ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിനി റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട, ഇത് റീസ്റ്റോക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ സെയിൽ പ്രൈസിലാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെയിൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ കഴിയണതും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത്. ലൈനിങ് ആവശ്യമുള്ളവർക്ക് ലൈനിങ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലാത്തവർക്ക് ലൈനിങ് ഇല്ലാണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നതും 54 to 56 ഇഞ്ചസ് ആണ്. ഇനി വന്നിട്ടുള്ളത് പ്യോർ വൈറ്റ് ബേസിൽ നല്ല റെഡും പിങ്കും അതുപോലെ തന്നെ ബ്ലൂ ഫ്ലോറൽസൊക്കെ വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൽ ബൂട്ടാസാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ ആണ്. നമുക്ക് നൈറ്റിക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ ദുപ്പട്ട ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ലേസൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പീസൊക്കെ ജോയിൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാവും. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ തന്നെയാണ്. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത്രേ ഇത് വരുന്നുള്ളൂ. നമുക്ക് സമ്മർ സീസണിലൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക് തന്നെയാണിത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് അതുപോലെ തന്നെ 54 to 56 ഇഞ്ചസ് ആണ്. വലിയ ഫാബ്രിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എല്ലാത്തിനും കുറച്ച് മതി. പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. ലൈനിങ് ഇല്ലാണ്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കിഡ്സ് ഫ്രോക്കിനൊന്നും കാര്യമായിട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരും. ഇതും കുറച്ച് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് സെല്ലായി പോയി. ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. റീസ്റ്റോക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി വരുന്നത് നമുക്ക് വൈറ്റിൽ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബൂട്ട് വരുന്നൊരു ഫാബ്രിക്കാണ്. ഇതിൽ പിങ്ക്, പിന്നെ ടീൽ ഗ്രീൻ, അതുപോലെ തന്നെ യെല്ലോ, പിന്നെ ലൈറ്റ് പിസ്ത ഗ്രീൻ, അങ്ങനെ കുറേ കോമ്പിനേഷനിൽ വന്നിട്ടാണ് ബൂട്ടാസ് വന്നിട്ടുള്ളത്. നല്ല പ്യോർ വൈറ്റിലാണ്. ഇതും നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാണ് നോർമലി ഫ്രണ്ട് സൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. മറ്റേത് ബാക്ക് സൈഡാണ് ഉണ്ടാവാറ്. ഇത് നിങ്ങൾക്ക് ദുപ്പട്ടയാക്കിയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയാണ്. ഇതും വിഡ്ത്ത് വരുന്നത് 54 to 56 ഇഞ്ചസ് ആണ്. വളരെ ലൈറ്റ് വെയ്റ്റഡും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എംബ്രോയ്ഡറി ഒക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഓരോരോ ഫാബ്രിക്കും നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം, അതില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വെയർ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. പിന്നെ ഇത് നമുക്കിനി റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട. ഒരു ഫാബ്രിക്കും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ വരുന്നത് ഒരു ചെക്കിൽ വരുന്നൊരു ഫാബ്രിക്കാണ്. നോർമലി ഇത് നമ്മൾ ചെക്കിൽ അങ്ങനെ എംബ്രോയ്ഡറി കാണാറില്ലല്ലോ. അപ്പോൾ ഇത് റെയറായിട്ട് കിട്ടിയൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് പോയിട്ടാണ് ഓരോന്നും ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു ഫാബ്രിക്കാണ്. പക്ഷേ ഇത് പ്യോർ കോട്ടൺ അല്ല, ചെറിയൊരു മിക്സ് ഉണ്ട്.
എന്നാലും നമുക്ക് കോട്ടൻ്റെ ഇതിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുകയാണ്. നിങ്ങൾക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ പാൻസ് ആയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദുപ്പട്ടക്കൊന്നും ഇത് അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് അല്ലെങ്കിൽ സൽവാറായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതും വിഡ്ത്ത് വരുന്നത് 54 to 56 ഇഞ്ചസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റിൽ എംബ്രോയ്ഡേർഡ് ആയിട്ടുള്ള നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇതിൻ്റെ സ്ട്രൈപ്സ് വരുന്നത്. യെല്ലോ കളറിലാണ് ഇതിൽ എംബ്രോയ്ഡറി വന്നിട്ടുള്ള. ഇതിൽ ഞാനൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഈ എംബ്രോയ്ഡറിൻ്റെ നടുവിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തന്നെയാണ്, പക്ഷേ ഒരു ക്യാമ്പ്രിക് കോട്ടണിലേക്ക് വരുന്ന ഒരു ഫാബ്രിക്കാണിത്. സോഫ്റ്റ് കോട്ടണിൽ വരുന്നതല്ല. അതുപോലെ തന്നെ 54 to 56 ഇഞ്ചസ് തന്നെയാണ് ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്തും വരുന്നത്. നമ്മളിങ്ങനെ ചുറ്റി പിടിക്കുന്ന സമയത്ത് ഇതും അത്ര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത്. ഇനി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ബാക്കിയുള്ള ഫാബ്രിക്സും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും.